എന്നാടി പറ്റിയേ? എന്നാ ഇരുന്ന് കരയുന്നേ? എന്നാ കരയുന്നേന്ന്? അങ്കിള് 4 മുട്ട ഉണ്ടെന്നു. ആ 4 മുട്ട ഞങ്ങൾക്ക് എല്ലാവർക്കും പൊരിച്ചു. എനിക്കും തന്നു, ചേച്ചിക്ക് അവൾക്കും കൊടുത്തു. 2 മുട്ടയും ഞാൻ കഴിച്ചു. അതിന് ചേച്ചി കരയുന്നു. എന്നാടി ഒരു മുട്ട കൂടുതലാവും കഴിച്ചാൽ നീ ഇത്ര കരയുന്നേ? അപ്പൊ അവന് മാത്രം മുട്ട എപ്പോഴും മുട്ട വരുമ്പോ അവനാ 2 കഴിക്കുന്നേ. ഞങ്ങൾക്കൊക്കെ വേണ്ടേ? ഒരു മുട്ട കൂടുതലാവും കഴിച്ചതിന് ഇത്ര മാത്രം കരയാൻ വേണ്ടിയിട്ടുണ്ടോ? ഈ മുട്ട എന്ന് പറയുന്ന സാധനം അത്ര നല്ലതൊന്നുമല്ല. ഇത് കണ്ടോ നിങ്ങൾ? ഇതൊരു വീഡിയോ ഉണ്ടോ? ഈ വീഡിയോ ഒന്ന് കാണണേ. ഇത് കണ്ടു നോക്ക്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുട്ട വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും. ഇതെന്താണെന്നറിയോ? കൃത്രിമ മുട്ട ഉണ്ടാക്കുന്നതാണ്. മനസ്സിലായോ? അതായത് നമ്മുടെ കേരളത്തിലെ ട്രേഡ് കണക്കനുസരിച്ച് 1.3 കോടി മുതൽ 1.5 കോടി വരെ മുട്ട ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. മനസ്സിലാകുന്നുണ്ടോ? 3.5 കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അതിൽ 1.3 കോടി മുതൽ 1.5 കോടി വരെ മുട്ട കേരളത്തിൽ ദിനം പ്രതി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ട്രേഡ് കണക്ക് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ മുട്ട നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. മുട്ട നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് എവിടെ നിന്നാണ്? തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ ആന്ധ്രയിൽ നിന്നുമാണ് കേരളത്തിലേക്ക് ഈ മുട്ട വരുന്നത്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മുട്ട എന്ന് പറയുന്നത് ഇതുപോലെയൊക്കെയുള്ള വ്യാജ മുട്ടയാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ വ്യാജ മുട്ട കഴിച്ച് ഇല്ലാത്ത രോഗം ഉണ്ടാവണോ നിങ്ങൾക്ക്? ഉണ്ടാവണോ? അതേസമയം നമുക്ക് എന്ത് ചെയ്യുക? പണ്ടൊക്കെ ഉണ്ടാക്കിയ പോലെ 4 കോഴീനെ വളർത്തിയിട്ട് മുട്ടയിട്ട് ആ മുട്ട ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് മുട്ട മേടിച്ച് കഴിക്കുമ്പോൾ ഈ കടയിൽ നിന്നുള്ള പരമാവധി മുട്ടകൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഫാമിൽ നിന്നോ അല്ലെ വീടുകളിൽ കോഴിയിടുന്ന മുട്ടയോ മേടിച്ച് കഴിച്ചാൽ ആരോഗ്യം നിലനിൽക്കും. മനസ്സിലായോ? അതുകൊണ്ട് ഒരു മുട്ട കൂടുതലാവും കഴിച്ചെന്ന് കൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കേണ്ട. അത് മാത്രമല്ല, ഇനി കടയിൽ നിന്നുള്ള മുട്ട പരമാവധി ഉപയോഗിക്കണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ.